യാത്രന്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയണ്ടേ? നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താണ്ട് യാത്രന്റെ ബെനിഫിറ്റ് പറഞ്ഞു ഡോക്ടർ. സ്ട്രെസ് കുറയും, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. സ്ട്രെസ് കുറയുമ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെ മൊത്തത്തില് വേൾഡിനോട് പിന്നെ എന്ത് ട്രിപ്പ് പോയാൽ പോലെ വേൾഡിനോടുള്ള വ്യൂ ഇല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് ആയിരിക്കും. ഒന്ന് നമുക്ക് പല പല കൾച്ചറുകൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മുടെ ഇവിടെ പോയി, നാഗാലാൻഡ്, ഡിസംബറിൽ. അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, എന്താ പേര്, നാഗ ഫെസ്റ്റിവൽ എന്ന് പറയും. അതായത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയും, ഹോൺബിൽ. അപ്പോ അവിടെ പോയ സമയത്താണ് ശരിക്കും നമ്മുടെ പഴയ നൂറ്റാണ്ടുകൾ മുന്നിലുള്ള ഒരുപാട് കൾച്ചറുകൾ അവര് ശരിക്കും അവരുടെ ആദിവാസികളാണ്, പക്ഷെ അവരെ ശരിക്കും എന്താ പറയാ, ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയും. അതായത് തല വെട്ടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ പണ്ട് കാലത്ത് അതിൽ ഒറിജിനൽ ആൾക്കാരെ ഫുഡ് ഒരു കാട്ടിലും ഒക്കെ താമസം. അതിന് ഒരുപാട് ഗോത്രങ്ങളുണ്ട്, അവരങ്ങനെ ഓരോരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട്. അവരെ ഫെസ്റ്റിവല്, അതായത് അവരുടെ ഒരു കൾച്ചറ്, അവരുടെ ഫുഡ്, അവരുടെ ഹണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഹിമ എന്ന് പറഞ്ഞ സ്ഥലം, കൊഹിമയിൽ ശരിക്ക് പിന്നെ ഒരുപാട് കാലങ്ങൾ നമ്മൾ ഇവിടുന്ന് ഒരു 50 വർഷം ബാക്കിലാണ് ഓരോ സ്ട്രക്ചറൊക്കെ, ബിൽഡിംഗ് ആയിക്കോട്ടെ. അതുപോലെ ഇപ്പം ബാർബർ ഷാപ്പൊക്കെ വേണ്ടത് നമ്മുടെ അവിടെ പഴയ ഇങ്ങനെ ഓരോരോ എന്താ പറയാ മരത്തിന്റെ ഇങ്ങനെ ഇത് വെച്ചിട്ടല്ലേ നമ്മുടെ ഷോപ്പുകൾ ഉണ്ടാവാം. അതേപോലെയാണ് ഇപ്പോഴും അവിടെ ഷോപ്പുകൾ ഉള്ളത് ഒരു ഏരിയയിൽ മൊത്തം. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ക്ലിനിക്കുകൾ, ഡെന്റൽ ക്ലിനിക്കൊക്കെ ഉണ്ട് പഴയ രീതിയിലുള്ള. പിന്നെ ക്ലിനിക്ക്, ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ തന്നെ പല പല ഏരിയയും പല രീതികളിലാണെന്നുള്ളതാണ്. നാഗാലാൻഡല്ല, നിങ്ങൾ ഇത് പറയും ബീഹാറിന്റെ കഥ. ബീഹാറിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കേണ്ടത്, ബീഹാറിൽ ഭയങ്കര ഷോക്കാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ താമസിക്കുന്ന കുറെ ഏരിയ, റൂറൽ ഏരിയയിൽ പോയല്ലോ. അപ്പൊ അവിടെ ഒരുപാട് ഭയങ്കര താമസം ബീഹാറിൽ പോയപ്പോ അവിടെ ചെറിയൊരു ഹോട്ടലിൽ 1-2 ദിവസം താമസിച്ചു. ഒരു ദിവസം നമ്മള് ബീഹാറീസിന്റെ വീട്ടിൽ താമസിച്ചു. ഫോട്ടോ ഇട്ടത്. അതെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു 50 കൊല്ലം ബാക്കില് ഇതേപോലെ തന്നെ 50 കൊല്ലം ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡാണെങ്കിലും അവിടേക്ക് അവരൊരു പ്രത്യേക ഫുഡൊക്കെ ഉണ്ട്. ഫിഷൊക്കെയാണ് അവർ രാവിലെ തന്നെ കഴിക്കുക, ഡാം ഫിഷ്. അപ്പൊ പിന്നെ അതേപോലെ ഒരു നമ്മളടുത്ത് പുട്ടില്ലേ, അതിന് പകരം ഒരു ബക്കാന്ന് അതിന് പറയാം. പുട്ടന്നെ ഒരു ചട്ടയിൽ ഉണ്ടാക്കിയ ഒരു സംഭവം, പൂളന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അവിടുത്തെ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ. പക്ഷെ അവിടെ ഒരുപാട് പൂർ ആളുകളുണ്ട്, അതായത് വീടില്ല. പിന്നെ ഒരു ബെഡ്റൂമൊക്കെ ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചുതരാം. ബെഡ്റൂം, ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ 10-15 ആൾ താമസിക്കുന്നുണ്ടാവും. വീട് എന്ന് പറയുമ്പോൾ നമ്മളിവിടത്തെ ഉദ്ദേശിച്ച പോലത്തെ വീടല്ല, ഇങ്ങനെ വെച്ചിട്ടിയ വീടുകൾ, കുടിലുകൾ, കിച്ചണ് ഉണ്ടാവില്ല. പിന്നെ ബെഡ്റൂമൊക്കെ ഭയങ്കര മോശം, ബാത്റൂം പുറത്തിങ്ങനെ വെച്ചിട്ട് പോലത്തെ, അങ്ങനത്തെ ആളുകൾ, അങ്ങനെയാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ പോകണമെന്നാണ്. നമ്മൾ വിസിറ്റ് ചെയ്താൽ നമുക്ക് നമ്മളൊരു ലൈഫിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എത്രത്തോളം മനസ്സിലാവും. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ശരിക്കും അവരെ ഒരു ഗ്രോയിങ് പീരീഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം. അതൊക്കെ ശരിക്കും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം എഡ്യൂക്കേഷൻ കൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ കേരളമൊക്കെ എത്രയും വളരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പിന്നെ നന്നായി നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കുട്ടികളെ പഠിപ്പിക്കും. അവിടെ അങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ചിന്ത ഇല്ല. അപ്പോൾ ഒരുപാട് സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്, അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്താ എല്ലാവർക്കും ഫുഡ് വേണമല്ലോ, അപ്പോൾ അതിലൂടെ അവർ ഇംഗ്ലീഷ് മെല്ലെ പഠിപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക. നെറ്റ്വർക്ക് ഒരു ഇതെല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഈ ഗൂഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള നോളജ് ഇല്ല. നെറ്റ്വർക്ക്സ് ഇല്ലാത്ത വില്ലേജുകൾ ഉണ്ട്, പക്ഷെ ഒരു വിധമൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പം നെറ്റ്വർക്ക്, നമ്മൾ പോയ കുറേ സ്ഥലത്തൊക്കെ നെറ്റ്വർക്ക്സ് ഉണ്ട്, പക്ഷെ കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ എന്നാലും ഓക്കെയാണ്. പക്ഷെ നല്ല ഹോസ്പിറ്റൽസ് ഇല്ല, നല്ല ഹോട്ടലുകളില്ല, ഒന്നുമില്ല. കാരണം ഈ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. കാരണം ഇപ്പം നമ്മളവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലേ നല്ല വീടുകൾ, അല്ലെങ്കിൽ നല്ല ഷോപ്പുകൾ, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, ഇതൊക്കെയാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് ജോലി ഉണ്ടാവും. അവിടെ അങ്ങനെ കൺസ്ട്രക്ഷൻ പരിപാടികളെ ഇല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, ജോബ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ
പിന്നെ ഓരോ ഏരിയയിലും ഓരോ രീതിയിലാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻസ് എങ്ങനെ പഠിപ്പിച്ച് വരുന്നുണ്ട് ആളുകൾ. മേ ബി അടുത്തൊരു 10-15 വർഷം കൊണ്ട് നല്ല രീതിയിലാവും. അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യണത് പിന്നെ ഫാമിംഗ് ആണ്. ഫാമിംഗ് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സംഭവമാണ്. എന്താ കൂടുതലൂടെ അവിടെ ഈ കടുകില്ലേ, കടുകിന്റെ കടുക് മസ്റ്റാർഡ്, അതിന്റെ കടുകിന്റെ കൃഷിയുണ്ട്. മസ്റ്റാർഡ് ഓയില്, അതുപോലെ തന്നെ മസ്റ്റാർഡ്. പിന്നെ മെയിനായിട്ട് പൊട്ടാറ്റോ, പിന്നെ ചോളം, ഇങ്ങനത്തെ സംഭവങ്ങളാണ് അവരെ. റാഡിഷ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് മെയിൻ ഓരോ ഡിഷ് വരുന്നത്. അവിടെ ഇപ്പം ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോൾഡ് സ്റ്റോറേജുകൾ. ഇപ്പോൾ വലിയ വലിയ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിഗ് കമ്പനികളുടെ ഒക്കെ ഭയങ്കര വിസ്താരമുള്ള 2-3 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള പിന്നെ കോൾഡ് സ്റ്റോറേജുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ കോൾഡ് സ്റ്റോറേജുകൾക്ക് എന്ത് ചെയ്യും, ഇവരെ പിന്നെ ഫുഡ് പ്രോഡക്റ്റ് പിന്നെ എന്ത് ചെയ്യും, ഇവർ വാങ്ങി വെക്കും. പൊട്ടാറ്റോ ആണെങ്കിലും മറ്റുള്ള സാധനങ്ങൾ, ക്യാബേജ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. എന്നിട്ട് അത് സ്റ്റോർ ചെയ്തിട്ട് ആണ് ഈ പിന്നെ റേറ്റ് കുറഞ്ഞ സമയത്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സംഭവം വിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് 2 രീതിയിലാണ്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് എല്ലാ സമയത്തും ഒരു ചെറിയൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ബിസിനസ് എന്ത് ചെയ്യും അവിടെ നടക്കും എന്നുള്ളതാണ്. ഈ ഫ്ലഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ഇയർലി 2-3 ടൈമിലാണ് ഈ പൈസ കിട്ടുക. അപ്പോൾ ആ സമയത്താണ് അവർ എന്ത് ചെയ്യുക, വീടൊക്കെ വെക്കുക. അവർ തന്നെയാണ് പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് അവർക്ക് ജോലിയില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ സീസണലായിട്ട് ജീവിക്കും. കുട്ടികളൊക്കെ കുറേ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ബീഹാറിലൊരു നമ്മൾ കണ്ട ഒരു ബീഹാറി സിറ്റുവേഷൻ. ഭയങ്കര പത്തറ്റിക്കാണ് സംഭവം. ഒരു വിധം ഏരിയകളൊക്കെ ശരിക്കും ഭയങ്കര, നമ്മൾ പോയ ഏരിയകളൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ റോഡുകളൊക്കെ ഇപ്പോൾ ഒരുപാട് വികസിച്ചു വന്നിട്ടോ. ഞാനൊരു കഴിഞ്ഞ 2-3 വർഷം മുന്നേ പോയ സമയത്ത് റോഡുകളൊന്നുമില്ല. ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ റോഡുകളായി. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ ഒരു 10 വർഷം കൂടി ബാക്കിലാണ്, 10-15 വർഷം ബാക്കിലാണ്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഹൈദരാബാദോ അല്ലെങ്കിൽ കർണാടക, ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലല്ലേ. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 50 വർഷം ബാക്കിലായിട്ട് നമുക്ക് തോന്നും. ദാറ്റ് ഈസ് സിറ്റുവേഷൻ.